ഇന്നലെയാണ് ഭരണപക്ഷത്തുള്ള നമ്മുടെ മന്ത്രി സുരേഷ് ഗോപി സാറ് പ്രസംഗിച്ചത്. വിഴിഞ്ഞം തന്നാൽ ഞാൻ ഒരടിമയാകാം. അങ്ങനെ പ്രധാനമന്ത്രിയുടെ അടിമയാകുന്നതിലേക്ക് എന്നെ എത്തിച്ചേർന്നത് വിഴിഞ്ഞം തന്നതാണെന്നും അങ്ങനെ അടിമയാകുന്നത് ഈ സംസ്ഥാനത്തിന് വേണ്ടി പെരുമയാണെന്നും ഒക്കെ പറഞ്ഞ് തൻ്റെ മനോനിലയുടെ ആഴവും പരപ്പും ഈ സംസ്ഥാനത്തെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇന്ന് ന്യൂസ് 24ൻ്റെ കോൺക്ലേവിൽ ഒരു ചുണക്കുട്ടൻ കരുത്തോടെ കേന്ദ്രമന്ത്രിയുടെ പേര് വിളിച്ച് ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. കൃത്യമായി എന്താണ് ഈ സംസ്ഥാനത്തോട് കാണിക്കുന്നത് എന്ന കൃത്യമായ ചോദ്യം മന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് വെറുതെ വാഗ്ദാനങ്ങൾ നൽകി ഒരു എയിംസും കൊണ്ട് ഓരോ ജില്ലകളിലും നടക്കുന്ന ഈ പറയുന്ന വളിപ്പൻ ചോദ്യോത്തരങ്ങളല്ല, മുഖത്ത് നോക്കിയാണ് ചോദിച്ചത്. ചോദിച്ച ആളിൻ്റെ പേരാണ് KC വേണുഗോപാൽ, ആലപ്പുഴയുടെ ജനപ്രതിനിധി. Last 14 years, you are asking for an All India Institute of Medical Science, which is still pending with you in central government. Now, the last cabinet, we are all fought with you in the parliament. High-speed railway corridor, 6 of them announced. Kerala is not in the plane. Konkan Railway was created by a man from Kerala, even though he is contested in your party, but he is one of the best architect of the state. We had a discussion with the railway minister, and Chair Kerala expected that something is going to happen in Kerala, but we are totally disappointed after the announcement of the budget. There is no place for high-speed railway corridor. There is no All India Institute of Medical Science. We are the real patent of Ayurveda in this world. Wherever you go in the world, you can see that Kerala Ayurveda. But Ayush department there, totally ignoring it. Tourism, this is a God's own land. Usually I told about that. There are beautiful temples, beautiful churches, beautiful mosques where lakhs of tourists can be attracted. It is a need of support from center and കണ്ടോ, ചോദിക്കേണ്ടത് ഫേസ്ബുക്കിൽ എഴുതിയും കാണുമ്പോൾ വിധേയത്വം പ്രകടിപ്പിച്ചുമല്ല, മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കണം. എന്താണെന്നറിയോ, ഏതാണ്ട് 10 വർഷത്തിലധികമായി എയിംസിന് വേണ്ടി ഞങ്ങൾ എല്ലാ ശ്രമവും നടത്തുന്നു. ഹൈസ്പീഡ് റെയിൽവേ കോറിഡോർ ഈ രാജ്യത്ത് 6 എണ്ണം അനുവദിച്ചു, ഒരെണ്ണം പോലും ഈ സ്റ്റേറ്റിന് കിട്ടിയില്ല. ലോകത്തിൻ്റെ നെറുകയിൽ അറിയപ്പെടുന്ന ആയുർവേദിക് സംവിധാനമാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഇവിടെ ധാരാളം ചർച്ചുകളുണ്ട്, ടെമ്പിളുകളുണ്ട്, മോസ്കുകളുണ്ട്. ഇതെല്ലാം ലോകത്തെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ, ഈ നാട് കാണിക്കാൻ പരമയോഗ്യമായ സ്ഥലങ്ങളാണ്. പക്ഷേ നിങ്ങളോട് എത്രമേൽ ഫൈറ്റ് ചെയ്തിട്ടും നിങ്ങൾ ഈ സംസ്ഥാനത്തോട് മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജുവിൻ്റെ മുഖത്ത് നോക്കി KC വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് 24ൻ്റെ കോൺക്ലേവിലാണത് നടന്നത്. ഒരുപക്ഷേ ഒരുപാട് ആളുകളെ പരിചയമുണ്ട്. പേരിന് വേണ്ടി സമരം നടത്തുന്നവരുണ്ട്, ധാരണയിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നവരുണ്ട്, എഴുതി പോസ്റ്റ് ഇടുന്നവരുണ്ട്. അവരുടെ മുന്നിലാണ് KC വേണുഗോപാൽ തനിക്കറിയാവുന്ന ഭാഷാ സൗന്ദര്യത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തെ ഉറക്കെ ഇങ്ങോട്ട് പേര് വിളിച്ച് ഇങ്ങോട്ട് നോക്കാൻ, മുഖത്തേക്ക് നോക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എണ്ണി പറഞ്ഞത്. വെറുമൊരു ആമ പ്രോജക്റ്റിൽ ഒരു സംസ്ഥാനത്ത് തളച്ചതിനുള്ള രോഷമാണ് KC അവിടെ പ്രകടിപ്പിച്ചത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്, അവകാശങ്ങൾ ചോദിക്കേണ്ടത്. അല്ലാതെ അതിന് അടിമയായും ശയനപ്രദർശനം നടത്തിയും വേഷം കെട്ടിയും മിമിക്രിയും കോമഡിയും കാണിച്ചുമല്ല. അങ്ങനെയല്ല, ഇങ്ങനെ വേണം, ഇങ്ങനെ തന്നെ.